സെക്രട്ടറി ശ്രീകാന്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട SNCS ചെയർമാൻ ശ്രീ കൃഷ്ണകുമാർ ഡി, നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ഡോക്ടർ ലക്ഷ്മി രാധാകൃഷ്ണൻ, റിഫ ഏരിയ യൂണിറ്റ് കൺവീനർ ശ്രീ സുനീഷ് BS, സെക്രട്ടറി മോഹൻ NC, ഏരിയ യൂണിറ്റ് കോർഡിനേറ്റർ ശ്രീ സുനീഷ് സുശീലൻ, റിഫ ഏരിയ യൂണിറ്റ് പാറ്റേൺ ശ്രീ സുരേഷ് ബാബു, അസിസ്റ്റന്റ് ട്രഷറർ ശ്രീ അജികുമാർ KG, SNCS കുടുംബാംഗങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സംഘടന കൊണ്ട് ശക്തരാവുക എന്ന ഗുരുദേവൻ്റെ ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് ബഹറിലെ വിവിധ ഏരിയകളിലെ ശ്രീനാരായണ ഗുരുഭക്തരെ ഉൾക്കൊള്ളുന്നതിൻ്റെ ഭാഗമായി 2014 രൂപീകരിച്ച ഏരിയ യൂണിറ്റുകളുടെ ഭാഗമായ 5ാമത്തെ യൂണിറ്റായ റിഫ യൂണിറ്റിൻ്റെ 2024-25 കാലഘട്ടത്തിലേക്കുള്ള കമ്മിറ്റിയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നത്. SNCSനെ സംബന്ധിച്ചിടത്തോളം ഏത് പരിപാടി നടത്തിയാലും റിഫ ഏരിയ യൂണിറ്റിൻ്റെ പങ്കാളിത്തം വളരെ വലുതാണ്. ഇതുവരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും ആദ്യമേ തന്നെ SNCS BODയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്നും ശ്രീ സുനീഷ് BSൻ്റെയും ശ്രീ മോഹൻ NCൻ്റെയും നേതൃത്വത്തിലുള്ള റിഫ ഏരിയ യൂണിറ്റിന് ഇനി നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കാനും കൂടുതൽ മെമ്പേഴ്സിന് നമ്മുടെ SNCSലേക്ക് എത്തിച്ചേരാനുള്ള കഴിയട്ടെ എന്ന് ഞാൻ ഗുരുദേവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടകയായി ഇവിടെ ലഭിച്ചത് ഡോക്ടർ ലക്ഷ്മി രാധാകൃഷ്ണനെയാണ്. ഡോക്ടറുടെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഗുരുദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഏരിയ യൂണിറ്റുകളുടെ പുനഃസംഘടന നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്ന ഏരിയ യൂണിറ്റ് കോർഡിനേറ്റർ ശ്രീ സുനീഷ് സുശീലിനോടുള്ള SNCS BODയുടെ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ മീറ്റിംഗിന് ശേഷം തുടർന്ന് കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന ശ്രീ നിസാം സാഗറിനും അതുപോലെ റിഫ ഏരിയ യൂണിറ്റിലുള്ള എല്ലാ കലാകാരന്മാർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ ശ്രീകാന്ത്. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി റിഫ ഏരിയ യൂണിറ്റ് പാർട്ണർ സുരേഷ് ബാബുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ചെറിയ 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അധികം താമസിപ്പിക്കുന്നില്ല. ഏരിയ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘടനയ്ക്ക് വേണ്ട ഒരു സപ്പോർട്ടാണ്. ആ ഏരിയ യൂണിറ്റിലെ ആൾക്കാർ നമുക്ക് വലിയ പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ അവരുടെ സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സംഘടനയുടെ പൂർണ്ണതയിലേക്ക് എത്തത്തുള്ളൂ, ആ വിജയത്തിൽ എത്തിച്ചേരാനും പറ്റത്തുള്ളൂ. അപ്പം റിഫ ഏരിയ യൂണിറ്റ് തുടങ്ങിയ കാലം തൊട്ടേ ഞാൻ ഇതിന് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇപ്പോഴൊക്കെ ഒരു ചെറിയൊരു ഇതുണ്ട്, പക്ഷെ അതിപ്പോൾ ഈ പ്രാവശ്യം തൊട്ട് അത് കുറച്ചുകൂടെ നന്നായിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതിന് റിഫ ഏരിയ യൂണിറ്റ് പ്രിയ അംഗങ്ങൾ ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. നന്ദി പറയാൻ പാടില്ല, എങ്കിലും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. യൂണിറ്റിലെ ഒത്തൊരുമ, നമ്മൾ എന്ത് കാര്യത്തിന് വിളിച്ചാലും വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ ആ നിസ്സംഗമായ സേവനം ആ മനസ്സിന് ഞാൻ നമിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ സൗഖ്യ ആയുർവേദിക് മെഡിക്കൽ സെൻ്ററിലെ ഡോക്ടർ ലക്ഷ്മി രാധാകൃഷ്ണനെ മുന്നോട്ടുള്ള ജീവിതത്തിലും എല്ലാ പ്രവർത്തനത്തിലും ഗുരുവിൻ്റെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഡോക്ടറിൻ്റെ ഹസ്ബൻഡും എത്തിച്ചേർന്നിട്ടുണ്ട്. പുള്ളിക്കാരനും എൻ്റെ പ്രത്യേകം ആശംസ അറിയിക്കുകയാണ്. ഇവിടുന്ന് ഇവിടെ വന്ന് ഈ പ്രാർത്ഥനയെല്ലാം പങ്കെടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഞാൻ പറയാനില്ല. അതുപോലെ തന്നെ സുനീഷ് ഏരിയ കോർഡിനേറ്റർ സുനീഷിൻ്റെ വലിയൊരു പ്രവർത്തനം ഈ എല്ലാ ഏരിയയിലും, ഞങ്ങളുടെ യൂണിറ്റിൽ പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല, എല്ലാ യൂണിറ്റിലും ഉണ്ട്. അദ്ദേഹത്തിന് ഞാൻ ഈ അവസരം ഓർക്കുന്നു, സ്മരിക്കുന്നു. പിന്നെ ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസ അറിയിക്കുകയാണ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. നന്ദി, നമസ്കാരം.